മഴക്കാലമായി, ഒപ്പം മഴക്കെടുതികളെക്കുറിച്ചുള്ള ആശങ്കകളും മനസ്സിലുണ്ടാകുകയാണ് അല്ലേ? ചെറുപ്പകാലത്തിൽ നമുക്ക് ഈ വിധ ആശങ്കകളൊന്നുമില്ല. അന്ന് വെള്ളം പൊങ്ങണം, മഴ വേണം, കാറ്റ് വേണം എന്നൊക്കെയാണ്. അന്ന് അമ്മ ആയിരുന്നു അയ്യോ ഇതിനെക്കുറിച്ചൊക്കെ പേടിച്ച് പറയുമ്പോൾ അമ്മയ്ക്ക് എന്താണെന്ന് വിചാരിക്കും. പക്ഷേ ഇപ്പോഴല്ലേ നമുക്ക് കാര്യം മനസ്സിലാകുന്നത്. ഇപ്പം എൻ്റെ സഹോദരങ്ങളുടെ കുട്ടികൾക്കും അവർക്കും മഴ വേണം, വെള്ളം പൊങ്ങണം, എപ്പോഴും ചോദിക്കും എപ്പോഴാണ് വെള്ളം പൊങ്ങുന്നത്. വെള്ളത്തിൽ കളിക്കാൻ വേണ്ടിയിട്ടാണ്. പേരയ്ക്കാൻ നോക്കിയിരുന്നിട്ട് കിട്ടിയില്ല, അത് താഴെ വീണ് പോയി. അപ്പോൾ ഏതായാലും ഒരു നിരീക്ഷണത്തിനിറങ്ങിയപ്പോൾ കുറച്ച് ജാതിക്കയൊക്കെ താഴെ വീണ് കിടപ്പുണ്ട്. അതൊക്കെ പെറുക്കിയെടുത്തിട്ട് പോകാമെന്ന് കരുതി. ഒറ്റക്കൈ കൊണ്ടുള്ള അഭ്യാസങ്ങളാണ് ഈ കാണിക്കുന്നത്. അത് കിട്ടുകയില്ല അങ്ങനെയൊന്നും. പിന്നെ അല്ലാതെ തന്നെയൊക്കെ പറിച്ചെടുത്തു. താഴെ കിടന്ന ബാക്കിയുള്ള ജാതിക്കയൊക്കെ പെറുക്കിയെടുത്തത്. ആ കയ്യിലൊക്കെ കൊതുക് കടിച്ചിരിക്കുകയാണ്. അത് ഞങ്ങളുടെ തോടിൻ്റെ അവസ്ഥ ഇതാണ് കേട്ടോ. തോട്ടിൽ നിന്നാണ് വെള്ളം പറമ്പിലോട്ടും കയറുന്നത്. പാലത്തേക്കുള്ള വണ്ടിയൊക്കെ പോകുന്നുണ്ട്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, ഈ കളി. ഒരു കയ്യിൽ കുറച്ച് ജാതിക്ക വെച്ചുകൊണ്ട് താഴെ കിടക്കുന്ന എടുക്കാൻ നോക്കിയിട്ട് ഞാൻ ഒന്നെടുക്കാൻ നോക്കുമ്പം 2 താഴെ പോകും. കുറച്ച് സമയം അങ്ങനെ കളിച്ചു. പിന്നെ അത് ശരിയാകുകയല്ലെന്ന് മനസ്സിലാക്കി കയ്യിലുണ്ടായിരുന്നത് കുറച്ച് കൊണ്ടുവച്ചിട്ടാണ് ബാക്കിയുള്ളത് വന്നെടുത്തത്. ഞാൻ ഒറ്റ നടത്തത്തിലെല്ലാം നടത്താൻ നോക്കിയതാണ്, സാധിച്ചില്ല. അങ്ങനെ കൂടുതൽ വെള്ളപ്പൊക്കവും പ്രശ്നങ്ങളും ഒന്നുമില്ലാതെ ഈ മഴക്കാലം കഴിഞ്ഞു പോകാൻ പ്രാർത്ഥിക്കാം. മഴ മാത്രമോ കാറ്റും. ഇന്നലെ ഉണ്ടായ കാറ്റിൽ ഞങ്ങൾ കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടതെന്ന് പറയാം. വീടിന് കുറേ ദൂരം മാറി നിന്ന ഒരു പനയാണ് ഞങ്ങളുടെ വീടിൻ്റെ പുറത്തോട്ട് വീണിട്ട് അതിൻ്റെ വീടിൻ്റെ ബാക്ക് സൈഡ് കുറച്ച് ഭാഗം ഷീറ്റൊക്കെ പോയി. അത് അത്രയും ഇങ്ങോട്ട് വരുമെന്നൊക്കെ ആരെങ്കിലും കരുതുമോ? അത്രയും ദൂരം മാറി നിന്നതാണ്. എന്തായാലും എല്ലാവരും സുഖമായിട്ടിരിക്കാൻ പ്രാർത്ഥിക്കുന്നു.